ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഓപ്പൺ ഔട്ടിൻ്റെ പുതിയ ചാനലാണ് ഓപ്പൺ ഔട്ട് വൈബ്സ്. ഒരുപാട് രസകരമായിട്ടുള്ള അറിവുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൽ വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് രസകരമായ ഒരു പാർട്ടിയെക്കുറിച്ചിട്ടാണ്. പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സ്റ്റീഫൻ ഹോക്കിംഗ് സംഘടിപ്പിച്ച ഒരു പാർട്ടി. ആ പാർട്ടിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാണാം. ടൈം ട്രാവൽ നിങ്ങൾ സിനിമകളിലും കഥകളിലുമൊക്കെ വായിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ടൈം ട്രാവൽ, അല്ലേ? ടൈം ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാനൊന്നുകൂടെ പറയാം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു 50 കൊല്ലമോ 100 കൊല്ലമോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാലത്തേക്ക് തിരിച്ചു പോകുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാലത്തേക്ക് ഫ്യൂച്ചറിലേക്കൊക്കെ സഞ്ചരിക്കുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ ഒരു 50 കൊല്ലമൊക്കെ പിറകിൽ പോയിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുക, അവിടെ ചെല്ലുക. ഈ ഒരു കാര്യത്തെയാണ് ടൈം ട്രാവൽ എന്ന് പറയുക, അല്ലേ? സമയത്തിനതീതമായിട്ട് സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സിനിമകളിൽ മാത്രമല്ല, റിയൽ ലൈഫിലും ഇതേപോലെ ഒരുപാട് ആളുകൾ അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുള്ളവരാണ്, ഞങ്ങൾ 50 കൊല്ലം പിറകോട്ട് പോയി, അല്ലെങ്കിൽ 100 കൊല്ലം മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അത് ശാസ്ത്രലോകത്തും നമ്മുടെ സയൻസിലും വലിയൊരു ചർച്ചയാവും. സയൻസിലും എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട് ഈ രീതിയിൽ ടൈം ട്രാവൽ സാധ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്, ലോകപ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പാർട്ടി നടത്തി. ആ പാർട്ടി നടക്കുന്നത് 2009 ജൂൺ 28 തീയതിയാണ്. 2009 ജൂൺ 28 അദ്ദേഹം ഒരു പാർട്ടി നടത്തുകയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗോൺവിൽ ആൻഡ് കായസ് കോളേജിൽ വെച്ചിട്ടാണ് ആ ഒരു പാർട്ടി നടന്നത്. ആ പാർട്ടി ആർക്ക് വേണ്ടിയിട്ടാണ്? ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ പാർട്ടി ഒരുക്കിയത്. ആ പാർട്ടിയിൽ അദ്ദേഹം ഒരു ഹാള് തന്നെ വലിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു. ഷാമ്പിയൻസും മറ്റ് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് ഒരു പാർട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവിടെ ഒരുക്കി. അങ്ങനെ ആ ഒരു പാർട്ടി അദ്ദേഹം നടത്തുകയാണ്. പക്ഷേ ഒറ്റ കാര്യം, ആ പാർട്ടിയിലേക്ക് ഈ പാർട്ടി നടക്കുന്ന ജൂൺ 28 തീയതി വരെ, ആ പാർട്ടി കഴിയുന്നത് വരെ അദ്ദേഹം ആരെയും ക്ഷണിച്ചില്ല. സാധാരണ നമ്മളെല്ലാവരെയും ക്ഷണിക്കുമില്ലേ? നമ്മൾ പാർട്ടി സംഘടിപ്പിക്കുന്നു, ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കും, നമ്മൾ ക്ഷണിക്കും. പക്ഷേ അദ്ദേഹം ഈ പാർട്ടി നടന്ന ജൂൺ 28 തീയതി, ടൈം ട്രാവലേഴ്സിനുള്ള ഈ പാർട്ടി നടന്ന ജൂൺ 28 തീയതി വരെ, ആ പാർട്ടി കഴിയുന്നത് വരെ ഒരാളെ പോലും അങ്ങോട്ട് ക്ഷണിച്ചില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ പാർട്ടിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ജൂൺ 29 തീയതി ലോകം മുഴുവൻ എല്ലാ ആളുകളിലേക്കും എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ക്ഷണക്കത്ത്, ഒരു ഇൻവിറ്റേഷൻ കാർഡ് പുറത്തിറക്കി. അതിലെഴുതിയിരുന്നത് ജൂൺ 28 തീയതി ഞാനൊരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്, ടൈം ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ആ പാർട്ടിയിൽ പങ്കെടുക്കുക എന്നായിരുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും, സാധാരണ പാർട്ടിക്ക് മുന്നേ അല്ലേ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത്, എന്തിനാണ് അദ്ദേഹം പാർട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്തതെന്ന്? സിമ്പിൾ ലോജിക്കായിരുന്നു. ടൈം ട്രാവൽ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് ജൂൺ 29 നിന്നും 28 പോയി ആ പാർട്ടിയിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ ഈ കത്ത് ഇപ്പോഴും വാലിഡാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ടൈം ട്രാവലേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? 2009 ജൂൺ 28 തിരിച്ചു പോയിട്ട് ആ പാർട്ടിയിൽ പങ്കെടുക്കാം. ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുള്ളവരല്ലേ, നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോകാമല്ലോ, നിങ്ങൾ ഭാവിയിൽ ഈ കത്ത് വായിച്ചിട്ട് നിങ്ങൾ വന്നോളൂ, ജൂൺ 28 പാർട്ടിയിൽ പങ്കെടുത്തോളൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോജിക്ക്. സോ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, ആരെങ്കിലും ആ പാർട്ടിയിൽ പങ്കെടുത്തോ എന്നുള്ളത്, അല്ലേ? ആ പാർട്ടിയിൽ ആരും പങ്കെടുത്തിരുന്നില്ല. ജൂൺ 28 പാർട്ടിയിൽ ഒരു ടൈം ട്രാവലറും ഭാവിയിൽ നിന്നും ഈ ജൂൺ 28 വന്നിട്ട് ആ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇത് അദ്ദേഹത്തിൻ്റെ രസകരമായൊരു എക്സ്പെരിമെൻറ്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയും ചെയ്തു, ടൈം ട്രാവൽ സാധ്യമൊന്നുമല്ല എന്ന് വെച്ച് ഈ ഒരു പരീക്ഷണം ടൈം ട്രാവൽ സാധ്യമല്ല എന്നുള്ളതിന് വലിയ തെളിവൊന്നുമല്ല. ചിലപ്പോൾ എൻ്റെ കത്ത് കിട്ടിയിട്ടുള്ള ടൈം ട്രാവലേഴ്സിന് ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ പങ്കെടുക്കാഞ്ഞതെന്നൊക്കെ തമാശ രൂപേണ അദ്ദേഹം അതിനുശേഷം ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുകയും ചെയ്തു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. സോ ഇതാണ് ടൈം ട്രാവലേഴ്സിന് വേണ്ടി സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയ പാർട്ടിയുടെ കഥ. ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. താങ്ക് യു. മറ്റൊരു രസകരമായ വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.